കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. മാർച്ചിനിടെ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച വനിതാ മെമ്പറെ പ്രവർത്തകരിൽ ഒരാൾ തടയുകയും അസഭ്യം പറഞ്ഞതുമാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. UDF ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പഞ്ചായത്ത് കവാടത്തിന് മുന്നിൽ സംഘം ചേർന്ന് നിന്ന പ്രവർത്തകരിൽ ഒരാൾ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച വനിതാ മെമ്പറെ തടയുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്ന ആരോപണത്തിന് പിന്നാലെയാണ് സംഘർഷം ഉണ്ടായത്. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ആയിഷ ചേലപ്പുറത്തിനെ തടഞ്ഞതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തന്നെ കൈകൊണ്ട് ബലമായി തടയുകയും രൂക്ഷമായ ഭാഷയിൽ തെറി പറയുകയും ചെയ്തതായി ആയിഷ ചേലപ്പുറത്ത് പറയുന്നു. ഒരു വനിത എന്ന പരിഗണന പോലും നൽകാതെയാണ് പ്രവർത്തകർ തന്നോട് പെരുമാറിയതെന്നും അവർ ആരോപിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ഒരു LDFന്റെ പ്രതിഷേധ ധർണ നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു വരുന്നത്. ഗേറ്റിന്റെ സൈഡിൽ ധർണ നടക്കുന്നത് കാരണം ഞാൻ സൈഡിൽ കൂടെയാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറാൻ വന്നത്. അപ്പോൾ വലിയ ലോക്കൽ കമ്മിറ്റി അംഗമായ കബീർ എന്നൊരാൾ വന്നിട്ട് എന്നെ കൈകൊണ്ട് ഉന്തുകയും പോലീസ് ഗേറ്റ് തുറക്കാൻ വന്ന സമയത്ത് പോലീസുകാരോട് ഗേറ്റ് തുറക്കാൻ പറ്റില്ല എന്നും അങ്ങനത്തെ ഒരു അവകാശങ്ങളൊന്നും ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞ് എന്നെ ഉന്തിയിട്ടു. ഞാൻ തിരിച്ച് അപ്പം പോലീസ് എന്നോട് പറഞ്ഞു, സൗമ്യമായിട്ട് മെമ്പറെ നിങ്ങൾ സൈഡിൽ കൂടെ പോയിക്കോളി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പോകാൻ വേണ്ടി തിരിഞ്ഞ സമയത്താണ് രമേശ് ബാബു വന്നിട്ട് എന്നെ കൈകൊണ്ട് ഉന്തിയിട്ട് എന്താടി നിനക്ക് എന്ത് അധികാരമാണ് ഇവിടെ ഉള്ളതെന്ന് തുടങ്ങി പല അസഭ്യങ്ങളും വിളിച്ച് പറയുകയും ചെയ്തു. അതേസമയം CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം രമേശ് ബാബു സംസാരിക്കുന്നതിനിടെ മാർച്ചിനെ വകവയ്ക്കാതെ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് വാക്ക് തർക്കത്തിന് കാരണമായതെന്ന് LDF നേതാവ് CTC അബ്ദുള്ള പറഞ്ഞു. പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇന്ന് മാർച്ചും പിക്കറ്റിങ്ങും നടത്തുകയായിരുന്നു. ആ സമയത്ത് വന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അക്കൗണ്ടന്റ് തുടങ്ങിയവരെല്ലാം മറ്റു വഴിയിലൂടെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ആയിഷ ചേലപ്പുറത്ത് സമരത്തെ രമേശ് ബാബു അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ തട്ടി മാറ്റി എന്നോണം പ്രവർത്തകർക്കിടയിലൂടെ വന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മെയിൻ ഗേറ്റിലൂടെ പ്രവേശിക്കാൻ ശ്രമം നടത്തുകയാണ് ഉണ്ടായത്. അതിനെ വളണ്ടിയർമാർ അതിശക്തമായി ചെറുത്തു നിൽക്കുകയും പിന്നീട് പോലീസ് അവരെ അങ്ങോട്ട് മാറ്റി മറ്റു വഴിയിലൂടെ പോകാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സമരത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമം നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. സംഭവത്തിന് പിന്നാലെ മുക്കം പോലീസ് സ്ഥലത്തെത്തുകയും പഞ്ചായത്ത് അംഗത്തെ മറ്റൊരു വഴിയിലൂടെ ഓഫീസിലേക്ക് കടത്തിവിട്ടാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.